അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ദിവസം ഇവിടെ വരാൻ പോവുകയാണ്. നാളെയാണ് ഇൻഷാ അല്ലാഹ് വിസ്ഡം എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള 2024-25 അധ്യയന വർഷത്തിലുള്ള സംസ്ഥാനതല കലാമേള സർഗവസന്തത്തിന് നാളെ ഇൻഷാ അല്ലാഹ് ഗ്രീൻ വാലി പബ്ലിക് സ്കൂൾ വേദിയൊരുങ്ങുകയാണ്. നമുക്ക് വ്യത്യസ്തമായ വിഷ്വലുകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ നമുക്ക് ഈ ക്യാമ്പസിൽ സർഗവസന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ വ്യത്യസ്തമായ ഡെക്കറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും കലാപ്രതിഭകളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നടക്കുന്ന ഡെക്കറേഷൻ വർക്കുമായി ബന്ധപ്പെട്ട് വളരെ കലാപരമായ പ്രവർത്തനങ്ങളുടെ മാതൃകകൾ നമുക്ക് കാണാൻ പറ്റും. അർഷദ് ചെറുവാഴിയുണ്ട്. ആരാണ് ഈ ഒരു ഇതിന് നേതൃത്വം കൊടുക്കുന്നത്? വളരെ മനോഹരമായിട്ട് കൺകുളിർമയുള്ള വളരെ മനോഹരമായ കാഴ്ചകളാണ് നാളെയും മറ്റന്നാളും നടക്കുന്ന സർഗവസന്തത്തിൽ നടക്കാനിരിക്കുന്നത്. അതിൽ ഇതിൻ്റെ ഡെക്കറേഷൻ വർക്കുകൾ മാഷാഅല്ലാഹ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടുള്ള, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചില വർക്കുകളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ഭാരവാഹി ഷാമിൽ എടവണ്ണപ്പാറയാണ്. അദ്ദേഹത്തെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഡെമോ വർക്ക് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് പൂർത്തിയായിട്ടുള്ളൂ. ഇതിപ്പോ ജസ്റ്റ് ഒരു മോഡലാണ്. ഇനി ഇതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങളില്ലേ? അതെ, നമ്മള് ഇതിപ്പം സ്റ്റുഡൻസിന് നാളെ കലാപ്രതിഭകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഒരു ഫോട്ടോ ഫ്രെയിം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സർഗവസന്തത്തിന്റെ ഒരു ലേബലിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ആണ് വിസ്ഡം സ്റ്റുഡൻസിന്റെയും അതുപോലെ വിസ്ഡം ഗേൾസിന്റെയും ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഒരു ഡെക്കറേഷൻ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മെറ്റീരിയൽസും ഒക്കെ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തരത്തിൽ എന്തെങ്കിലും? പേപ്പർ ഒരു ടൈപ്പ് ഐറ്റംസ് ആണ്, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ഐറ്റംസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ പുറകിൽ വളരെ മനോഹരമായിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ബാക്കിൽ വരുന്ന ബാനറുകൾ, അതോടൊപ്പം തന്നെ നമ്മുടെ തീം പോസ്റ്ററുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഫ്രെയിമുകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബിൽഡിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഈ ക്യാമ്പസിൽ സ്കൂളാണ്. ഇവിടെ നാളെ ഏത് ഐറ്റംസുകളാണ്? ഇവിടെ ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നാളെ ആരംഭിക്കുന്നത്. പല ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് നാളെ ഇവിടെ ആരംഭം കുറിക്കപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ, ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ ക്യാമ്പിൽ മറ്റന്നാൾ ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഉണ്ട്. നമ്മുടെ ഈ സർഗവസന്തവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മനോഹാരിതകൾ നമ്മൾ നേരത്തെ പല വിഷ്വലുകളും കണ്ടു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇതുമായി ബന്ധപ്പെട്ട ജനറൽ കൺവീനർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം ബഹജ സ്കൂളിന്റെ കൺവീനർ ആയിട്ടുള്ള ഡോക്ടർ ഷിയാസ് സലാഹി. അതെ, ഇവരോട് ചോദിക്കാം ഇതിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ എന്തൊക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നാളെ സർഗവസന്തം ആരംഭിക്കാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ കഴിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതികൾ ഇപ്പോൾ ആലോചിക്കുക. അതുകൊണ്ട് തന്നെ കുറേ കൂടി റിസ്ക് ഉണ്ടാവും, കുറേ കൂടി എഫേർട്ട് ഉണ്ടാവും, ചിന്തയും ബാക്കിയുള്ള ഫിസിക്കലായിട്ടൊക്കെയുള്ള ആക്ടിവിറ്റി നല്ലോണം വേണം. നാളെ ഇപ്പോൾ ഈ ഒരു ഇവൻ്റ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളെ ഒരു കാഴ്ചപ്പാടിൽ? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതിൻ്റെ മൈൻഡിലൊരു പ്ലാൻ ഉണ്ടായിരിക്കുമല്ലോ. പുതിയ കാലമാണ്, എല്ലായിടത്തും കലാമത്സരങ്ങളും മറ്റൊക്കെ നടക്കാറുണ്ട്. വ്യത്യസ്തരായ സംഘടനകൾ നടത്താറുണ്ട്, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പൊക്കെ നടത്താറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു പൈതൃകം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഇടപെടലാണ് ഈ രംഗത്തുള്ളത്. കലയും സംസ്കാരമൊക്കെ കലക്ക് വേണ്ടി എന്നുള്ളൊരു ആശയത്തിലല്ല. ശരിക്ക് കല ഒരു സമൂഹത്തിൻ്റെ ഒരു ഉത്തമമായ സൃഷ്ടിപ്പ്, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറിയ കുഞ്ഞു മനസ്സുകളിൽ പ്രകൃതിദത്തമായ ഒരുപാട് കഴിവുകളുണ്ട്. അത് കണ്ടെത്തണം, അത് വളർത്തണം. അപ്പോൾ അതിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ നാളെ മുതൽ 2 ദിവസം ഒരു 2000-ഓളം പ്രതിഭകളാണ് കേരളത്തിൻ്റെ 2 അറ്റങ്ങളിൽ നിന്നായി യാത്ര പുറപ്പെട്ട് ഇവിടെ എത്താനിരിക്കുന്നത്. അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അക്കോമഡേഷൻ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. എല്ലാവർക്കും, ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും താമസിക്കാനുള്ള സൗകര്യം അവർ തയ്യാറാക്കി കഴിഞ്ഞു. 2 ദിവസം 3 ദിവസമൊക്കെ താമസിക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ നേരത്തെ ഭക്ഷണ കൗണ്ടറിൽ പോയി അടുത്ത വിഭവങ്ങളെ പരിചയപ്പെട്ടു. മാഷാ അല്ലാഹ്, ഒരു വളരെ നേരത്തെ ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ പ്രോഗ്രാം, ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ നമ്മൾ നാളെ നടക്കുന്ന മത്സരങ്ങൾ, നാളെ ഒരു 35 ഇനങ്ങൾ നാളെ ഇൻഷാ അല്ലാഹ് നാളെ പൂർത്തിയാകും. ഒരു 700-ഓളം കലാപ്രതിഭകളാണ് നാളത്തെ മത്സരങ്ങളിൽ മറ്റുമായി പങ്കെടുക്കുന്നത്.
അവർക്ക് ആവശ്യമായ എല്ലാം സ്റ്റേജുകൾ തയ്യാറാണ്, സർട്ടിഫിക്കറ്റുകൾ തയ്യാറാണ്, മൊമെൻറ്റോകൾ തയ്യാറാണ്. ജഡ്ജിമാർ പലരും നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ നാളെ രാവിലെയോടുകൂടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതൊരു കഴിയുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ അവർക്ക് കിട്ടേണ്ട മൂല്യബോധമുള്ള ഒരു തലമുറയെ നയിക്കാൻ പ്രാപ്തരായ നേതാക്കൾ, അതിന് പറ്റിയ കുറച്ച് ലീഡേഴ്സ്, അവരെ നമ്മൾ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയായി നടന്നു വരുന്നതാണ്. ഓരോ വർഷവും അത് പുതുമയുള്ളതാകുന്നു. അത് മാത്രമല്ല, അത് കുറച്ചും കൂടെ വിപുലമായി മാറുന്നു. കഴിഞ്ഞ വർഷം ഇല്ലാതിരുന്ന പുതിയ കുറേ പദ്ധതികൾ, പ്രസന്റേഷൻ അടക്കമുള്ള വീഡിയോ ക്രിയേഷൻ, അത്തരത്തിലുള്ള ഡിജിറ്റൽ ഐറ്റം, പുതിയ കാലത്തേക്ക് ആവശ്യമായ പദ്ധതികളൊക്കെ ഇതിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വരും കാലങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകാം. ഇൻഷാ അല്ലാഹ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന എന്താണോ അതിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നാളെയും മറ്റന്നാളും കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പടി ഇറങ്ങുമ്പോൾ ഒരു വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ഉണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംഘടനാ ശക്തിയോ ഒന്നും അല്ലത്. മറിച്ച് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മൂല്യം അറിഞ്ഞ ഒരു തലമുറ ബാക്കിയാകണം എന്നാണല്ലോ. അതിന് പടച്ചവൻ്റെ ഒരു സഹായം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അരങ്ങത്ത്. അരങ്ങത്ത് ഇപ്പോൾ നമ്മളെ ഏറ്റവും പുതിയ കാൽവെപ്പാണ് ബഹജ പ്രീ സ്കൂൾ. അതിന്റെ ഡയറക്ടറാണ് ഡോക്ടർ ഷിയാസ് സലാഹി. അല്ല, ഞാൻ അത് പറഞ്ഞപ്പോഴേ, നമ്മൾ സാധാരണ പ്രീ സ്കൂളുകളിൽ ഈ ഒരു ഇതിലേക്ക് സർഗ പരിപാടികളിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സ്പേസ് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഈ കുട്ടികളെ നമ്മൾ ഇതിനോട് എങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ അവരുടെ ഒരു ഏരിയ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്ലാനോ പദ്ധതികളോ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ബഹജൻ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറോട് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, വ്യാപകമായിട്ട് അതിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ മദ്രസകൾക്ക് സ്റ്റാർട്ട് ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവർക്ക് പ്രത്യേകമായി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സർഗവേദികൾ നമ്മൾ ഇതിനു വേണ്ടി ആലോചിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാനിൽ അതുണ്ട്. അപ്പൊ ഇനി വരും നാളുകളിൽ അവർ കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു സർഗവസന്തത്തെ നമുക്ക് പുതുമയോട് കൂടി കാണാൻ പറ്റും. വരും വർഷങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഏരിയകൾ തന്നെ ആലോചിക്കുന്നത്. അത് ആലോചിച്ച് അതിന്റെ ഒരു പ്ലാൻ ആയിട്ട് വരേണ്ടതെങ്കിലും നമ്മൾ അതിന്റെ രൂപം കണ്ടിട്ടുണ്ട്. സർഗവസന്തത്തിൽ ഇങ്ങനെ വിതറപ്പെട്ട മുത്തുമണികൾ പോലെ അവരിങ്ങനെ പാറി നടക്കുന്ന ഒരു കാഴ്ച വരും നാളുകളിൽ കാണാം. ഏതായിരുന്നാലും നാളെ കലാപ്രതിഭകൾ അവരുടെ എല്ലാ കഴിവും പ്രകടിപ്പിച്ച് മാക്സിമം അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ സർഗവസന്തത്തിലെ പ്രതിഭകളെ സർഗക്കൂട് എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടൊരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സർഗവസന്തത്തിന്റെ ബൈ പ്രൊഡക്റ്റ്. അതെ 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 അല്ലേ? കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സർഗവസന്തത്തിന് ശേഷം എന്തു ചെയ്യണം എന്നുള്ളൊരു ആലോചന, ഈ മക്കളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു, അവരുടെ പ്രതിഭ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വന്നു. അപ്പോൾ ബോർഡ് വളരെയധികം നന്നായി ആലോചന നടത്തി തീരുമാനിച്ചു. അതിൽ ഒന്നാം സ്ഥാനക്കാരെ നമ്മൾ വിളിച്ചു വരുത്തണം, അവരുടെ കഴിവുകൾ അവരെ ബോധ്യപ്പെടുത്തണം, ഇനി അതിന് തുടർച്ച ഉണ്ടാവണം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർഗക്കൂട് നമ്മൾ സംഘടിപ്പിച്ചത്. അതിൽ വന്ന ഫീഡ്ബാക്ക്, ആ കുട്ടികൾ ജീവിതത്തിൽ പല ക്യാമ്പുകളിലും പങ്കെടുത്തവരാണ്, പക്ഷേ ഇങ്ങനെയുള്ള ഒരു അനുഭവം അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അവരുടെ സർഗാത്മകത കണ്ടെത്തി അത് പരിപോഷിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പ് അവർക്ക് കിട്ടിയിട്ടില്ല എന്നവർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തുടർച്ചയുണ്ടായി. അതിൽ പല കുട്ടികളും നമ്മുടെ ചില ആനുകാലികങ്ങളിലൊക്കെ എഴുതുന്ന അവസ്ഥ ഉണ്ടായി. നമ്മൾ എഴുത്തുപുര നടത്തി അതിൽ നിന്നുള്ള ഒരു ഇഷാൻ നജീബ്, കണ്ണൂർ ജില്ലയിലെ ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു മികച്ച അനുഭവക്കുറിപ്പ് ചന്ദ്രിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പ്രതിഭയുണ്ട്, അവരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയവർക്ക് എന്ത് നൽകണം എന്ന് ആലോചിച്ചതിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ സർഗക്കൂട് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അത് ഈ വർഷവും ജനുവരി 26-ാം തീയതി ഇൻഷാ അല്ലാഹ് കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം അതിന് അടിവരയിടാൻ, കല കലക്ക് വേണ്ടിയല്ല, കല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്രാവശ്യം തീം പോസ്റ്ററിൽ ഉണ്ടായിരുന്നു, കലയിലും ഉണ്ട് സദാചാരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സർഗവസന്തം ഇനിയും മികച്ച രീതിയിൽ ഇത്തരത്തിലുള്ള മറ്റു പ്രോഗ്രാമിനെയും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏതായിരുന്നാലും ഇപ്പോൾ നമ്മൾ ഇനിയും അതിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ സന്ധ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ നിറമുള്ള വിശേഷങ്ങളും നിറമുള്ള കാഴ്ചകളും കേൾവികളുമൊക്കെ ആയിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിലേക്കും അതുപോലെ തന്നെ വൈവിധ്യമാർന്ന സ്റ്റേജുകളിലെ വൈവിധ്യമായ പ്രകടനങ്ങളും എല്ലാം നമുക്ക് നാളെ കണ്ട് ആസ്വദിക്കാം. മറ്റന്നാൾ ഈ കലാ പ്രകടനങ്ങൾ അവസാനിക്കുന്നതുവരെ സാഗൂതം നമുക്ക് കാത്തിരിക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ സമീഅൻ യാ അലീമൻ ഖദ്
والتحقات. നമ്മളിപ്പോ മെയിൻ വെന്യൂവിന്റെ മുമ്പിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതെ അതെ, നാളെ സർഗവസന്തത്തിന്റെ വിവിധങ്ങളായ ഓഫ് സ്റ്റേജും ഓൺ സ്റ്റേജിന്റെ ഒക്കെ മെയിൻ വെന്യൂവിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മാഷാല്ലാ, വളരെ മനോഹരമായിട്ട് ഇവിടെ ഡെക്കറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെക്കറേഷൻ വർക്കുകൾ ഇവിടെയും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് ഒന്ന് കാണേണ്ടി വരും, നമുക്ക് കാണാം. فدعائي وابتهالي. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുക്കങ്ങൾ ഫുള്ള് അതാത് സ്പോട്ടിലേക്ക് എത്തി കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരുപാട് ആർട്ട് വർക്കുകൾ നമ്മളിവിടെ കണ്ടു. ഇതിനു വേണ്ടി നമുക്കിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിൽ ഇതിൻ്റെ പ്രദർശനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ഒരു നിറപ്പകിട്ടോട് കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് പെയിന്റിങ് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് ഓരോ സ്ഥലത്ത് വെക്കുമ്പോഴാണ് ഇതിന്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാവുക. ഞാൻ നേരത്തെ കൊണ്ട് ഇനിയും ധാരാളം അതുപോലെ എത്തിയിട്ടുണ്ട്. വൈവിധ്യമാർന്ന കല, ഒരു ഭംഗി നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ട് വിസ്റ്റം സ്റ്റുഡൻസിന്റെയും വിസ്റ്റം ഗേൾസിന്റെയും ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള അലങ്കാര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാളെ നമ്മൾ ഈ 2 ദിവസത്തെ കലാപരിപാടിയിൽ നാളെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നാളെ നടക്കുന്നുണ്ട്. അതെ അതെ, ഉദ്ഘാടന സെഷൻ നമ്മൾ അവിടെ നടക്കും. അതിന് പുറമെ നാളെ വൈകുന്നേരം ഒരു കലാവിരുന്ന് നടക്കും. അതായത് പിന്നെ മത്സരാർത്ഥികളെ കൂടെ വരുന്ന രക്ഷിതാക്കൾ, അധ്യാപകർ, അവർക്കും കൂടി പിന്നെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നാളെ മഗ്‌രിബിന് ശേഷം നടക്കുന്ന ഒരു പ്രത്യേക കലാ വിരുന്ന് എന്ന് പറയാം അല്ലേ. അതിൽ ഒരു വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ പങ്കെടുക്കുന്നു. അതെ അതെ, ഇ ടി മുഹമ്മദ് ബഷീർ MP പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ വ്യത്യസ്ത ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. കുട്ടികളുടെ പിന്നെ വിവിധ പരിപാടികൾ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ഏതായിരുന്നാലും നിങ്ങൾ എല്ലാ ശ്രോതാക്കൾക്കും, നമ്മളിത് കേൾക്കുന്ന പ്രേക്ഷകർക്കൊക്കെ നമുക്ക് കാഴ്ചക്കാരോടൊക്കെ പറയാനുള്ളത്, കേവലം ഒരു കുട്ടികളുടെ പരിപാടി, മത്സര പരിപാടികൾക്കപ്പുറത്തേക്ക് നാളെ മഗ്‌രിബിന് ശേഷം നടക്കുന്ന വൈവിധ്യമാർന്ന ഒരു കലാസന്ധ്യ ഇവിടെ നടക്കുന്നുണ്ട്. നന്മയുടെ നനവൂറുന്ന കലാവിഭവങ്ങളുമായിട്ട് കുട്ടികൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് നാളെ കാണാം. എല്ലാവരും ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നാളത്തെ വൈകുന്നേരം നടക്കുന്ന പ്രോഗ്രാമിലേക്ക് സ്പെഷ്യൽ ക്ഷണിക്കുകയാണ്. قد كفاني علم ربي من سؤالي واختياري. സലാം സാർ, നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ നാളെയും മറ്റന്നാളും നമ്മളെ മത്സരാർത്ഥികൾ, നമ്മളെ ഗസ്റ്റ്, അത്തരം ആളുകളൊക്കെ വരുമ്പോഴുള്ള ഭക്ഷണ പന്തലിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടുത്തെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ആളുകളായിട്ട് ചോദിച്ചറിയാം. നമുക്ക് ഫുഡിന്റെ കൺവീനറുമായി ബന്ധപ്പെട്ട ഒരുത്തൻ നമുക്ക് ഇവിടെ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇപ്പൊ ഇന്ന് എത്തിയിട്ടുള്ള, തലേന്ന് എത്തിയിട്ടുള്ള ആളുകൾക്കുള്ള വിഭവങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും എന്തൊക്കെയാണ് ഇനി നാളെ മറ്റന്നാളുമായിട്ട് നമ്മളെ ഈ ഒരു ഫുഡ് കോർട്ടിൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, എത്ര ആളുകൾക്കുള്ള ഭക്ഷണമാണ്, നമ്മുടെ ഫുഡുമായി ബന്ധപ്പെട്ടതിന്റെ കൺവീനർ ഫസൽക്ക നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഫസൽക്ക, 2 ദിവസത്തെ പരിപാടിയാണല്ലോ, പക്ഷെ ഇന്ന് തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചക്ക് തുടങ്ങിയിട്ടുണ്ട്. അല്ല, അതിപ്പോ ഇവിടെ കുട്ടികൾ നാളെ എല്ലാ കുട്ടികൾ എത്തുള്ളൂ. പണിക്കാരും സൗണ്ട് സിസ്റ്റക്കാര് മറ്റെല്ലാ ടീമും ഉണ്ടായിരുന്നു. അവർക്കുള്ള ഫുഡ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടാണ്. ഇന്നിപ്പോ രാത്രി ഫുഡ് കലാപ്രതിഭകളോട് എത്തി തുടങ്ങി കുറെ. റെഡിയാണ്. ഇന്നിപ്പോ രാത്രി കഴിക്കാനുള്ള നൂൽപുട്ട്, പൊറാട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് ഒക്കെ ഫുൾ സെറ്റാണ്. പിന്നെ വെജിറ്റബിൾ ആണ്, വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഒക്കെ നല്ല ചൂടോടെ കൂടി നല്ല നല്ല എന്താ പറയാ വെറൈറ്റി കറി തന്നെയാണ്. അതെ, ഇപ്പൊ നാളെ എത്ര ആളുകളാണ് ഇവിടെ ഈ ഒരു പന്തലിൽ? ജെൻസിന് നമ്മുടെ ഒരേ സമയത്ത് 120 ആൾക്ക് ബഫേ സിസ്റ്റത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 കൗണ്ട് ഉണ്ട് 2 ഭാഗത്തായിട്ട്. അത് ടോക്കൺ വാങ്ങിയിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കുക ചെയ്യാം. അതേപോലെ തന്നെ പാരലായിട്ട് ഗേൾസിനും അതേപോലെ തന്നെ 120 ആൾക്ക് ഒരുമിച്ച് കൊടുക്കാൻ കഴിയും. ഒരേ സമയം 120 പെണ്ണുകൾക്കും 120 ആണുകൾക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇരുന്ന് കഴിക്കാം. അതിനിപ്പോ ഈ ഒരു പന്തല് സംവിധാനം ചെയ്ത് അങ്ങനെ തന്നെയാണ്. ഇവിടെ അല്ലാതെ വേറെ പിന്നെ തന്നെയല്ലേ മെയിൻ സെക്ഷൻ. ഇനി നമ്മൾ ജഡ്ജിന് വേണ്ടി നമ്മൾ പ്രത്യേകം സ്ഥലം കാണുന്നുണ്ട്. എങ്ങനെ തിരക്ക് വരുന്നതനുസരിച്ച് നമ്മൾ പ്ലാൻ ആക്കും. അപ്പൊ ഏതായിരുന്നാലും വളരെ ഹൈറായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇപ്പൊ തുടക്കം തന്നെ ഗംഭീരമായിരിക്കുന്നു. ഇവിടെ ഇന്നൊക്കെയുള്ള വിഭവങ്ങൾ ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പച്ചക്കറി, ശരി, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ കുറച്ചുകൂടി പുറത്തുള്ള ജില്ലകളിൽ നിന്നുള്ള കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട്. നാളെ എത്താൻ പറ്റാത്ത നേരത്തെ എത്തിയിട്ട് യാത്ര ചെയ്ത് പുറപ്പെട്ടുള്ള കുട്ടികളെ നമുക്ക് ഈ കൗണ്ടറിൽ അവരെന്നെ നേരിട്ട് കാണാൻ തോന്നുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്ര വിശേഷങ്ങളൊക്കെ അറിയാം. മക്കളെ, നിങ്ങൾ എപ്പോഴെത്തി? കുറച്ചു നേരമായിട്ടുള്ളൂ. എപ്പോ പുറപ്പെട്ടു?
5:50 പുറപ്പെട്ടോ? ഇന്ന് രാവിലെ 5:50 പുറപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് എവിടുന്ന? വള്ളക്കടവ്. എത്ര ടീമാണ് ഒന്നിച്ച് വന്നേ? 12 ആൾ ഒരുമിച്ച് വന്നു അല്ലേ? ഓക്കെ. അപ്പൊ നാളെ പരിപാടിക്കൊക്കെ സെറ്റാണ്. ഇൻഷാ അല്ലാ. ട്രെയിൻ മാർഗമാണോ വന്നത് അല്ലെങ്കിൽ ബസ്സായിട്ട്? അങ്ങനെ ട്രെയിനിലാണ് വന്നത് അല്ലേ? ഇനി ആ ഭാഗത്തുനിന്ന് ബാക്കി കുട്ടികൾ വരാണ്ട് അല്ലേ? കുറെ ആള് പതിയെ എത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ. ഫുഡ് കഴിച്ചോളൂ. ഇപ്പൊ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട തിരുവനന്തപുരത്ത് നിന്നുള്ള മത്സരാർത്ഥികളും കൊണ്ടുവന്ന അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് വിശേഷങ്ങൾ ചോദിച്ചാൽ. നിങ്ങൾ ഇനി ഇപ്പോൾ കുറച്ച് കുട്ടികൾ നമ്മളിവിടെ കണ്ടു. നിങ്ങൾ എപ്പോൾ പുറപ്പെട്ടു? കുറേ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടോ? രാവിലെ 6 മണിക്ക് തന്നെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും. പറഞ്ഞതനുസരിച്ച് 6 മണിക്ക് തന്നെ എല്ലാവരും എത്തിയായിരുന്നു. 41 പേരുണ്ടായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തിയത് കൊണ്ട് കാര്യം വളരെ എളുപ്പമായിരുന്നു. ജനശതാബ്ദിയിൽ ഞങ്ങൾ കറക്റ്റ് 1:30 തന്നെ കോഴിക്കോട് എത്തുകയും അവിടെ നിന്ന് ഇവിടുത്തെ സ്കൂൾ ബസ് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ വാലിന്റെ സ്പെഷ്യൽ ബസ് ഉണ്ടായിരുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് ഞങ്ങളെ ഈ 2 മണിയോടുകൂടി അവിടെ നിന്ന് ഞങ്ങളെ ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ ഇവിടെ കൊണ്ടുവന്നു. 3 മണിയോടുകൂടി ഇവിടെ എത്തി. പിന്നെ അൽഹംദുലില്ലാഹ് എല്ലാം ജമ്മു കസറുമായിട്ടൊക്കെ നമസ്കരിച്ച് പള്ളിയിൽ വിശ്രമിക്കുകയാണ്. നാളേക്ക് വേണ്ടിയിട്ട് എല്ലാവരും മനസ്സുകൊണ്ട് റെഡി വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കും. ഓക്കെ. ഒരു നല്ല മത്സരം പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാ. അല്ല, മറ്റു ടീമുകൾ ഇനി വരാനുണ്ടല്ലോ അല്ലേ? ജില്ലയിൽ നിന്ന് ഇനിയും മത്സരാർത്ഥികൾ വരാനുണ്ട്. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ള ആളുകളെയാണ് ഇപ്പൊ ജസ്റ്റ് നമ്മൾ കണ്ടത്.